ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ വീട്ടിൽ കോഴീനെ വളർത്തുമ്പോൾ അതിൻ്റെ അന്ന് കുറേ കോഴിവളമൊക്കെ കിട്ടും അല്ലേ? അപ്പോൾ നമ്മളത് എങ്ങനെയാലും സാധാരണ വേസ്റ്റ് ആക്കാറില്ല. നമ്മൾ അറിയാത്ത ആൾക്കാരാണ് അധികം വേസ്റ്റ് ആക്കുക. അറിയുന്ന ആൾക്കാരെ കൃത്യമാക്കി വളമാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ പച്ചക്കറിക്കും മെയിനായിട്ട് വാഴ, നമ്മളെ വീട്ടിൽ വെണ്ടക്ക, തക്കാളി, അങ്ങനെ കോട്ടപ്പയർ എന്താ നടുന്നത് അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലൊരു വളമാണ്. കാരണം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറി മെയിനായിട്ട് തക്കാളി, വാഴ, അതൊക്കെ എന്താ പറയുക, അതിനൊക്കെ കോഴികളിട്ടിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരനും വെറുതെ ഇട്ട് മറിക്കുന്ന തള്ളി മറിക്കുന്നതല്ല. എൻ്റെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായി. അതിനകത്ത് ഞാൻ കുറേ തക്കാളിൻ്റെ ഇതിനൊക്കെ എനിക്കൊന്ന് ഒരു വർഷം മുമ്പൊക്കെ ഉള്ളത് തക്കാളിൻ്റെ അതിൻ്റെയൊക്കെ കുറേ വീട്ടിലുണ്ടായതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വാഴക്കൊക്കെ കോഴികളോട്ട് മറ്റേ പോസ്റ്റ് പോലെ മറ്റേ തെങ്ങ് പോലെ മേലോട്ടേക്ക് പോകുന്നത്. പിന്നെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വാഴക്കിടുന്നതിന് ഇട്ട് കഴിഞ്ഞുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല തെങ്ങ് പോലെ പോവുകയും ചെയ്തിനി. അടുത്ത മഴക്ക് എന്ന് വെച്ചാൽ അത് അങ്ങ് പൊരിഞ്ഞ് പോവുകയും ചെയ്തിനി. അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ നല്ല റിസൾട്ട് ഉണ്ട്, വെറുതെ പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ കോഴീനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ കോഴിവളം ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഇതുപോലെ വീട്ടിൽ ചെറിയ നമ്മളെ ആവശ്യത്തിനുള്ള വീട്ടിൽ പച്ചക്കറികൾക്ക് പച്ചക്കറി വളർത്തുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് വളമായിട്ട് ഇട്ട് കൊടുത്തും കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു വളവും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ കോഴി വളത്തിൻ്റെ ആദ്യം പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കോഴി വളത്തിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി കുറച്ച് നല്ലോണം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ മണ്ണുകളിൽ തന്നെ നമ്മൾ ഈ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കുറച്ചും കൂടി മെച്ചപ്പെടും. വിളവിന് നല്ല വളർച്ചയും നല്ല നമ്മുടെ ഫലം കിട്ടുകയും ചെയ്യും. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച കോഴിവളം ഡയറക്റ്റ് കൂട്ടുന്നെടുത്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ഈ പച്ചക്കറിക്ക് അതിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്തിനോ അതിൻ്റെ കുണ്ട അടക്കം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കോഴിവളമാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ അധികം വീട്ടുകാർക്കെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ കുറേ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ സ്ഥലത്തിൻ്റെ ആണ് മെയിൻ പ്രശ്നം. ഇപ്പം നമുക്ക് ഈ ഒരു 10-20 കോഴിയൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു ടാങ്കൊക്കെ കെട്ടി വലിയ വളത്തിൻ്റെ ഒരു കുഴിയൊന്നും എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതിന് ഏറ്റവും നല്ലൊരു ഇതെന്ന് വെച്ചാൽ കുറച്ച് കല്ലൊക്കെ എടുത്ത് ഒരു റൗണ്ടിൽ ഒരു സ്ക്വയർ ടൈപ്പിലൊരു സ്പേസ് ആക്കിയിട്ട് ഒരു ഓരോ മീറ്ററിൻ്റെയൊക്കെ മതിയാവും. അതിൽ സ്പേസ് ആക്കിയിട്ട് അതിൽ നമ്മളെ ടാർപോളിനില്ലേ അത് വിരിച്ചിട്ട് അതിൽ കോഴിവളം ഇട്ടാൽ മതി. ഇനി സിമെൻറ്റിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ ആ ലെവലിൽ തേച്ചിട്ട് ഇതൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു നമ്മളെ ഇത് ടാർപോളിന് അത് മതിയാവും. അപ്പോൾ അത് വിരിച്ചിട്ട് നമ്മൾ ഡെയിലി കിട്ടുന്ന കോഴിവളമുണ്ടല്ലോ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. കൂട്ടുന്ന പരമാവധി ഡെയിലി ക്ലീനാക്കുന്ന ഗുണം എന്താ, കൂട് എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. കൂട് നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഡെയിലി കിട്ടുന്ന നമ്മളെ കിട്ടുന്ന വേസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചളി പോലെ ആക്കണ്ട. ചളി പോലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവും. ഈ സ്മെല്ല് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ അമോണിയൻ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഭയങ്കരമായിട്ട് വെള്ളം തട്ടുമ്പോൾ സ്മെല്ലുണ്ടാവും. പക്ഷേ വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് നല്ല രീതിയിൽ വളമാക്കി എടുക്കാനും പറ്റില്ല. കാരണം കോഴി വളത്തിന് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയണ്ടേ, ഒരളവ് എന്ന് പറയുന്നത് 10 കിലോ കോഴി വളത്തിന് ഒരു 3 ലിറ്റർ വെള്ളം എന്നുള്ളൊരു കണക്ക്, ആ ഒരു ഏവറേജ് കണക്ക് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഒരു 5 കിലോ കോഴിവളമൊക്കെ ആണെങ്കിൽ അതിന് നേരെ പകുതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അനുപാതം എന്ന് പറയുന്നത് ഒരു 1.5 ലിറ്റർ മതിയാവും. ഓക്കെ, ആ ഒരു അളവിൽ വേണം നിങ്ങൾ റെഡി ഈ വെള്ളം ഇതിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. ചളി പോലെ ആക്കരുത്. ചളി പോലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ഉണ്ടാവും. ഈ സ്മെല്ല് കുറയ്ക്കാനുള്ള വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ഡെയിലി കിട്ടുന്ന ഈ കോഴിവളം ഇവിടെ കൊണ്ടിടുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അത് നമ്മൾ സ്പ്രേ ചെയ്യുമല്ലോ, അതിന് ശേഷം നല്ലോണം ഒരു കമ്പ് എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടുത്ത ദിവസം നമ്മൾ എടുക്കുമല്ലോ. അടുത്ത ദിവസം ഇതുപോലെ അടുത്ത ലെയർ നമ്മൾ ചിലപ്പോൾ 1-2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അടുത്ത നമ്മൾ കോഴിവളം കൂട്ടുന്നെടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഡെയിലി ആണെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ കൂടുന്ന മറ്റേ ഈ വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ. ചിലപ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ വലിയ ഫാമുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ വലിയ ബ്രോയിലർ ഫാമൊക്കെ ആണെങ്കിൽ അവർ 45 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് ഇതാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഒരു 90 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളെ കോഴിവളം റെഡിയാവും. ഓക്കെ, ഏകദേശം 90 ദിവസം നമ്മളെ കോഴിവളം ഫുള്ളായിട്ട് റെഡിയാവും. അത് നമുക്ക് എടുത്തിട്ട് നമ്മൾ പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്മെല്ലുണ്ടാവുന്നു. ആ സ്മെല്ല് നമുക്കിതിനെ കുറക്കാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ സ്മെല്ലിന് കുറക്കാനുള്ള ടിപ്സ് നോക്കാം. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ അറക്കപ്പൊടി അല്ലെങ്കിൽ ചിപ്പിളിപ്പൊടി എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് ചെറിയൊരു അളവിൽ അതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കോഴിക്കാഷ്ടത്തിൽ എന്താ പറയുക നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ. നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം വീട്ടിൽ കേജ് സിസ്റ്റൊക്കെ ആണെങ്കിൽ അടിയിൽ വന്ന് കാഷ്ടമുണ്ടല്ലോ അതിൻ്റെ മേലെ കുറച്ച് അറക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ
ഫുള്ള് തുടച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ട് നമ്മൾ ഈ മറ്റേ വേസ്റ്റ് ഇടുന്ന ടാങ്ക് ഉണ്ടല്ലോ അതിൽ കൊണ്ട് ഇടുമ്പോൾ പിന്നെ വീണ്ടും പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, അത് മതിയാവും. അതല്ല നിങ്ങൾ ഡയറക്റ്റ് അതിൻ്റെ അന്ന് കൊണ്ട് ഈ കൂട്ട് നമ്മൾ കാഷ്ടം എടുക്കുന്നത് അറക്കപ്പൊടി ഒന്നും ഇടുന്നില്ല, ഈ കെ ജി സിസ്റ്റത്തിൽ താഴെയല്ല കാഷ്ടം പോവുക. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് കോരി എടുത്തിട്ട് എന്നിട്ട് അവിടെ കൊണ്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് അറക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്യുക. പിന്നെ ഈ വായു സഞ്ചാരം ഇതിൻ്റെ അകത്ത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി മറച്ചുകൊണ്ടേ ഇരിക്കണം. അത് നിങ്ങൾ മറന്നു പറയും. വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കമ്പെടുത്തിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാലും മാത്രമേ എല്ലായിടയ്ക്കും ഓക്സിജൻ വായു സഞ്ചാരമൊക്കെ കിട്ടി അതിൻ്റെ സ്മെല്ല് കുറച്ചൊന്ന് കുറയുള്ളൂ. പിന്നെ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ചളി പോലെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും. പിന്നെ നമുക്ക് ഈ എം സൊല്യൂഷൻ ഇല്ലേ, ഈ എം സൊല്യൂഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അത് ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നതിൻ്റെ അകത്ത് കുറച്ച് എം സൊല്യൂഷൻ അതിൻ്റെ ഒരു അളവുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് ആ ബോട്ടിൽ മേലെ തന്നെ ഉണ്ടാവും എത്ര ലിറ്ററിന് എത്ര വേണമെന്നുള്ളത്. അത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അതിനകത്ത് എന്താ പറയുക ഇങ്ങനെ കുറേ രാസപ്രവർത്തനം നടന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് കുറക്കും. പിന്നെ ഈ മഴക്കാലമൊക്കെയാണ് കൂടുതൽ സ്മെല്ലുണ്ടാവുക. നമ്മൾ ഈ മഴക്കാലം നമ്മൾ ഈ ടാങ്ക് നമ്മൾ ഈ വളക്കുഴി ഉണ്ടല്ലോ അത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലോണം വെള്ളം കയറും. അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു എക്സ്ട്രാ ഒരു ടാർപോളിൻ വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ സ്മെല്ല് എന്താ പറയണ്ടേ, ഈ മഴവെള്ളം വീണിട്ടുള്ള സ്മെല്ല് നമുക്ക് നല്ലോണം കുറക്കാൻ പറ്റും. ഈ മഴവെള്ളം വീണാൽ തന്നെ നമ്മളെ വളക്കുഴി ഫുള്ള് നാശകോശമായിപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു 90 ദിവസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കോഴി വളം റെഡിയാവും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു 2 ഏരിയ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എല്ലാം ഒന്ന് തന്നെ കൊണ്ടിടാണ്ട്, കാരണം നമ്മളിത് കൊണ്ടിട്ട് അവസാനം നമ്മൾക്ക് വീണ്ടും ഇപ്പോൾ നമ്മൾ 90 ദിവസം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ദിവസം കൊണ്ടിട്ട വളം കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിരിക്കും. നിങ്ങൾ ആദ്യത്തെ ഒരു ബാച്ചിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തെ ഒരു വളം, അല്ല ഒരു 1.5 മാസത്തെ വളം അവിടെ റെഡിയാക്കി വെക്കും. അതായത് 1.5 മാസം അതായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുതിയ ടാങ്കിലേക്ക് നമ്മൾ 2 ടാങ്ക് ആക്കുക. പുതിയ ടാങ്കിലേക്ക് നമ്മൾ ഇനി കോഴീൻ്റെ കാശുണ്ടല്ലോ അത് പുതിയ ടാങ്കിലേക്ക് ഇടുക. അപ്പോഴത്തേക്കും ഇത് നമ്മൾ 1.5 മാസം ഫില്ല് ചെയ്ത ടാങ്ക് ഇടുക, അത് അവിടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ അത് 90 ദിവസം നമ്മൾക്ക് അത് റെഡിയായി കിട്ടും. അതോ എന്താ പറയുക, അത് പിന്നെ നമ്മളെ ഡെയിലി പ്രോസസ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെക്കുക, അത് പിന്നെ അവിടെ നിന്ന് സെറ്റായിക്കോട്ടെ. പിന്നെ അടുത്ത ടാങ്കിലേക്ക് നമ്മൾ മാറ്റുക. അടുത്ത ടാങ്കിൽ പിന്നെ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ അതും ഏകദേശം അത് 45 ദിവസം 1.5 മാസമല്ലേ നമ്മൾക്ക് ഇപ്പുറത്തെ നമ്മളെ ഏകദേശം റെഡി ആയിട്ടുണ്ടാകും. അത് ഒപ്പം ഫസ്റ്റ് ടാങ്കിലെ വളം നമുക്ക് നമ്മളെ ചെടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതങ്ങനെ 2 ടാങ്ക് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ അറിയില്ല, നമ്മളെ ഇതുപോലെ കൃഷിപരമായിട്ടും കോഴി വളർത്തലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ കോഴി വളർത്തലിൻ്റെയും കൃഷീൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോകുക എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കും പറഞ്ഞു പോയ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്തുകയും ചെയ്യാം, നമുക്കും കൂടുതൽ അറിവ് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്നാൽ പിന്നെ എല്ലാവർക്കും ബായ്.